ഹലോ ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേരാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പം അതിനകത്ത് പറയുന്ന മൂന്നായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒന്നാമത്താണ് എന്ത്? ഇൻസുലേറ്റേഴ്സ്. പിന്നെ രണ്ടാമത് വരുന്നതാണ് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെമി കണ്ടക്ടേഴ്സിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, പി ടൈപ്പ്, എൻ ടൈപ്പ്, അതല്ലാതെ സെമി കണ്ടക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് SC എന്ന് എഴുതുന്നു കേട്ടോ. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് നോക്കാനുള്ളതാണ് എന്ത്? നമ്മൾ ഡയോഡിനെ പറ്റി, സെനർ ഡയോഡിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും നോക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി, ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം കണ്ടക്ടിവിറ്റി എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഈ ഒരു രണ്ട് ടേം എന്താണ് മീനിങ്? അപ്പം നോക്കാം. ഫസ്റ്റ് ടേം ആണ് എന്ത്? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തുമാത്രം കറന്റ് ഒരു തന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിനെ പറയുന്നതാണ് കണ്ടക്ടിവിറ്റി. ആൻഡ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒപ്പോസ് ചെയ്യാൻ, എത്രമാത്രം കറന്റ് ഒരു തന്നിരിക്കുന്ന മെറ്റീരിയൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവ്, അതിനെ പറയുന്നതാണ് എന്ത്? റെസിസ്റ്റിവിറ്റി. അപ്പൊ ഈ കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടക്ടിവിറ്റീനെ എനിക്ക് സിഗ്മ, റെസിസ്റ്റിവിറ്റി റോ, ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയലിന് കണ്ടക്ടിവിറ്റി കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിലൂടെ കൂടുതൽ കറന്റ് പാസ് ചെയ്യും. ഒരു മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി കൂടുതലാന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? അതിലൂടെ കറന്റ് പാസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ കണ്ടക്ടിവിറ്റി കൂടുതലാണെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും, റെസിസ്റ്റിവിറ്റി കൂടുതലാണെങ്കിലോ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ കണ്ടക്ടിവിറ്റി കൂടുതലാന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ മോർ കറന്റ് പാസ് ചെയ്യും. റെസിസ്റ്റിവിറ്റി കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കറന്റ് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് മീനിങ്. ഓക്കെ, അതിൻ്റെ ബേസിസിലാണ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത് സോളിഡ്സിന്. അതിൽ ഒന്നാണ് എന്ത്? ഇൻസുലേറ്റേഴ്സ്. രണ്ടാമത്തതാണ് എന്ത്? നമ്മുടെ കണ്ടക്ടർ. ആൻഡ് മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് നമുക്ക് അറിയുന്നത് തന്നെ, നമ്മളെ ഈ ടോപ്പിക്കിന്റെ പേര് തന്നെ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ഈ മൂന്ന് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടൈപ്സിനെ നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈപ്പാണ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ എന്താ ഇൻസുലേറ്റർ എന്ന് വായിക്കാം. ഓക്കെ, ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, yes, an insulator is a material that does not conduct electric current under normal condition. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മെറ്റീരിയൽ ആണോ അത് കൂടെ it does not conduct electric current. കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നില്ല. കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നില്ല പറഞ്ഞാൽ അതിന് മീനിങ് എന്താ? അവിടെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഐ ക്യാൻ സേ ദാറ്റ് റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ് കൂടുതലായിരിക്കും. റെസിസ്റ്റിവിറ്റി ഹൈ ആയിരിക്കും. കണ്ടക്ടിവിറ്റിയോ? കണ്ടക്ടിവിറ്റി പറഞ്ഞാൽ കറണ്ടിനെ പാസ് ചെയ്യാനുള്ള കഴിവ്. പാസ് ചെയ്യോ? ഇല്ല. സോ നമ്മുടെ കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ലോ ആയിരിക്കും ആർക്ക് ഇൻസുലേറ്റേഴ്സിന്. ഓക്കെ, മോസ്റ്റ് ഗുഡ് ഇൻസുലേറ്റേഴ്സ് ആർ കോമ്പൗണ്ട്സ് റേദർ ദാൻ സിംഗിൾ എലമെന്റ്. അപ്പൊ സിംഗിൾ എലമെന്റിനേക്കാളും കോമ്പൗണ്ട്സ് ആണ് എന്ത് ഇൻസുലേറ്റേഴ്സിൽ കൂടുതൽ. ആൻഡ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി. ഞാൻ പറഞ്ഞു എന്തായിരിക്കും ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും കൂടുതൽ ആയിരിക്കും. ഓക്കെ, ഇനി വാലൻസ് ഇലക്ട്രോൺ ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ ആറ്റംസ്, therefore there are very few free electrons in an insulators. നമ്മൾ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ എന്തൊരു സാധനം മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യും അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ്, റൈറ്റ്? അപ്പം ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് അവൈലബിൾ അല്ല. ഏതിന്റെ കേസിൽ? ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ കണ്ടക്ട് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഫ്രീ ഇലക്ട്രോൺസ് എന്തല്ല, അവൈലബിൾ അല്ല. ഓക്കെ, സോ വാലൻസ് ഇലക്ട്രോൺ ടൈറ്റ്ലി ബൗണ്ടഡ് ആണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രീ ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ക്വാർട്സ്. ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത അപ്പം നമ്മുടെ ഫസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തതിൽ ഒന്നാമത്തെയാണ് എന്ത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത് കണ്ടക്ടേഴ്സ്. പേര് പറയുന്ന പോലെ തന്നെ ഇതിന് കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി വിൽ ബി മോർ. ഓക്കെ, അപ്പൊ a conductor is a material that easily conducts electrical current. Most metals are good conductors. ഓക്കെ, അപ്പൊ എന്തിലാണോ കറന്റ് കൂടുതൽ പാസ് ചെയ്യുന്നത് അതാണ് കണ്ടക്ടേഴ്സ്. ഓക്കെ, അതിന് ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്ന മിക്ക മെറ്റൽസും എന്താണ്? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ബെസ്റ്റ് കണ്ടക്ടേഴ്സ് ആർ സിംഗിൾ എലമെന്റ്സ്. ഇത് ശ്രദ്ധിക്കണം. മറ്റൊരു ഇൻസുലേറ്ററിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സിംഗിൾ എലമെന്റ്സ് അല്ല. സിംഗിൾ എലമെന്റ്സ് ആണോ ഗുഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? നോക്കിക്കേ, നമ്മൾ മുന്നേ പറഞ്ഞതിൽ കോമ്പൗണ്ട്സ് ആണ് എന്ത് മോസ്റ്റ് ഗുഡ് ഇൻസുലേറ്റേഴ്സ് ആർ കോമ്പൗണ്ട്സ് റേദർ ദാൻ എലമെന്റ്സ്. പക്ഷെ ഇവിടെ ഇൻസുലേറ്ററിന്റെ കേസിൽ എന്ന് പറയുന്ന സിംഗിൾ എലമെന്റ്സ് ആയിരിക്കും എന്ത് ബെസ്റ്റ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കോപ്പർ, സിൽവർ, ഗോൾഡ്, അലൂമിനിയം, ഓൾ ദീസ് ആർ ലൈക്ക് എക്സാമ്പിൾസ്. ഇതൊക്കെയാണ് നമുക്ക് കണ്ടക്ടേഴ്സിനുള്ള എക്സാമ്പിൾസ്. ഓക്കെ, ഇനി these loosely bound valence electrons become free electrons. Therefore in a conductive material the free electrons are valence electrons. കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്, അതിലൂടെ കണ്ടക്ടേഴ്സ് കൂടെ കറന്റ് പാസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ കണ്ടക്ടറിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ജനറൽ ആയിട്ട് പറയുന്നതാണ് എന്ത് മെറ്റൽസ്. ഓക്കെ, most of the metals are good conductor of electricity. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ നമ്മുടെ ഇതാണ് എന്ത് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, സെമി കണ്ടക്ടർ ഇസ് എ മെറ്റീരിയൽ ദാറ്റ് ഇസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ in its ability to conduct electric current. അപ്പം ഞാൻ പറഞ്ഞു കണ്ടക്ടർ ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് പാസ് ചെയ്യുന്നേ ഇല്ല. കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കറന്റ് പാസ് ചെയ്യും. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ പ്രോപ്പർട്ടി കാണിക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽസിനെ പറയുന്നതാണ് എന്ത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, a semiconductor in its pure state is neither a good conductor nor a good insulator. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറയുമ്പോൾ മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തിന് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഒന്നാണ് ഇൻട്രിൻസിക്, അടുത്തതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പം നൈദർ ഗുഡ് കണ്ടക്ടർ നോർ ഗുഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പം നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്
സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണെന്ത്? ആൻറ്റിമണി, ആർസനിക്, ബോറോൺ, സിലിക്കൺ ആൻഡ് ജെർമേനിയം. ഈ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻറ്റിമണി, ആർസനിക്, ബോറോൺ, സിലിക്കൺ, ജെർമേനിയം. അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായി കാണുന്നതാണ് സിലിക്കണും ജെർമേനിയും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്ന എങ്ങനത്തെ തരത്തിലാണ്? സിംഗിൾ എലമെന്റ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇനി കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മോർ ദാൻ ഒരു എലമെന്റിനെക്കാളും അല്ലേ. അപ്പൊ ഗാലിയം ആർസനൈഡ് ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, the single element semiconductors are characterized by atom with 4 valence electrons. Silicon is the most commonly used semiconductor. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് സിലിക്കൺ, പിന്നെ ഒന്ന് പറയുന്നത് ജെർമേനിയം. ഓക്കെ, സിലിക്കൺ ആണ് കൂടുതൽ പോപ്പുലറായി യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ ദെയർ കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി. അതിനെ ബേസ് ചെയ്തിട്ട് 3ആയി ക്ലാസിഫൈ ചെയ്യുന്നു: ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കും. അതിനു മുന്നേ വേറൊരു ടോപ്പിക് ഉണ്ട്, അതിൻ്റെ പേരാണ് എനർജി ബാൻഡ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാണാൻ പറയുന്നത് വാലൻസ് ബാൻഡാണ്. വാലൻസ് ബാൻഡ് ഇത് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ്, അതിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസിനാണ് എനർജി ഗ്യാപ്പ് EG എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്യുന്നത്. അടിയിലാണ് വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡ് എന്ന് പറയും. ഇതിനെ പറയുന്നതാണ് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, ആൻഡ് ഇതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, അതുപോലെ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കണ്ടക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നതാണ് കണ്ടക്ടേഴ്സ്. ഈ കണ്ടക്ടേഴ്സിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ വാലൻസ് ബാൻഡും അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും കണ്ടക്ഷൻ ബാൻഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ഇതിൻ്റെ മീനിങ് എന്താ? വാലൻസ് ബാൻഡിലാണ് നമുക്ക് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് കാണുന്നത്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഈ ഒരു കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്താൻ പറ്റും. കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്താണ്? ഓവർലാപ്ഡ് ആണ്. ഇതാണ് നമ്മുടെ കണ്ടക്ടേഴ്സിൻ്റെ അവസ്ഥ. അവിടെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതാണ് നമ്മുടെ നമുക്ക് രണ്ടാമത് നോക്കാനുള്ളതാണ് ഇൻസുലേറ്റേഴ്സ്. എന്തായിരിക്കും ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത? ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കണ്ടക്ട് ചെയ്യാത്തത്, കറണ്ട് പാസ് ചെയ്യിക്കില്ല. കറണ്ട് പാസ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഈ കണ്ടക്ഷൻ ബാൻഡും എനർജി ബാൻഡും അതുപോലെ തന്നെ ഈ വാലൻസ് ബാൻഡും എന്തായിരിക്കും? ഭയങ്കര നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് പറയാം ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്ത് ചെയ്യുന്നില്ല? ഓവർലാപ്പ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് EG വിൽ ബി ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്. സോ ഈ ഇവിടെയുള്ള വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് നമുക്ക് ഇങ്ങോട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇൻസുലേറ്റേഴ്സിൽ എന്ന് പറയുമ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട്സ് ആയിരിക്കും. അപ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള
ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള മൂന്നാമത്തേതാണ് എന്ത്? ഓക്കെ, മൂന്നാമത്തേതാണ് എന്ത്? അപ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സ് നോക്കി, ഇൻസുലേറ്റേഴ്സ് നോക്കി, ഇനി സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഈ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, സെമി കണ്ടക്ടേഴ്സിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡും നമ്മൾ ഈ വാലൻസ് ബാൻഡ് നോക്കുകയാണെങ്കിൽ ഇ ജി എന്ന് പറയുന്നത് കുറച്ചുണ്ട്, 1 ഇലക്ട്രോൺ വോൾട്ട് ഓൾമോസ്റ്റ്. അപ്പോൾ എത്താൻ പറ്റും. നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മുകളിലേക്കുള്ള കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, സോ ഇതാണ് എന്ത് നമുക്ക് എനർജി ബാൻഡ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ മൂന്ന് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ്, ഈ 3 തരത്തിലുള്ള മെറ്റീരിയൽസിൻ്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണെന്ത്? സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് 2 ടൈപ്പായിട്ടാണ്. ഓക്കെ, 2 ടൈപ്പായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എന്താ പറയുക? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അടുത്തതിന് നമ്മൾ പറയുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. സോ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. ഓക്കെ, a semiconductor which does not have any kind of impurities behaves as an insulator at 0 Kelvin and behaves as conductor at high temperature is known as intrinsic semiconductors or pure semiconductors. Germanium and silicon are the best examples of intrinsic semiconductors and they are possess diamond cubic crystalline structure. എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ പൊതുവേ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 ഇലക്ട്രോൺ വോൾട്ടിലാണ് വരുന്നത്. അതിൽ 2 ടൈപ്പാണ് നമുക്കുള്ളത്. പൊതുവേ എന്ന് പറയുമ്പോൾ ഇത് ഇൻസുലേറ്റർ ആണ് 0 കെൽവിൻ ടെമ്പറേച്ചറിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് ആക്ട് ആസ് ഇൻസുലേറ്റേഴ്സ് അറ്റ് 0 കെൽവിൻ. പക്ഷേ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അവരെന്തായി ആക്ട് ചെയ്യുന്നു? അവർ കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിനെ പറയുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അഥവാ നമുക്ക് വേറെ വിളിക്കാൻ പറ്റുന്നവരാണ് പ്യോർ സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് പ്യോർ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. നമ്മൾ കാണുന്ന ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ജെർമേനിയം, സിലിക്കൺ ആണ് ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് സിലിക്കണും ജെർമേനിയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ പെടുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അറ്റ് 0 കെൽവിൻ അതെന്തായിരിക്കും? ഇൻസുലേറ്റേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. പക്ഷേ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടാണ്. ഓക്കെ, കോവാലന്റ് ബോണ്ട്സ്. കോവാലന്റ് ബോണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഈ കോവാലന്റ് ബോണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. കോവാലന്റ് ബോണ്ട് സ്റ്റാർട്ട്സ് ബ്രേക്കിംഗ്. ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവുന്നത്? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് അതൊന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും, പുറത്തേക്ക് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. ഫ്രീ ഇലക്ട്രോൺസ് എന്താവുന്നു? ജനറേറ്റ് ചെയ്യുന്നു. ഈ ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസ് ഉള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺസ് ഉള്ള ആ സ്പേസിനെ നമ്മൾ
വിളിക്കുന്ന പേരാണ് ഹോൾസ്. ഓക്കെ, നമ്മൾ വിളിക്കുന്ന പേരാണ്. അങ്ങനെ അവിടെ എന്തും ജനറേറ്റ് ആവുന്നു, ഹോൾസ് ഉണ്ടാവുന്നു. ഓക്കെ, ഈ ഹോൾസിനെ നമ്മൾ പൊതുവെ പോസിറ്റീവ് ചാർജ്, ഓക്കെ, പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ രണ്ട് ക്യാരിയേഴ്സ് ഉള്ളത്, ചാർജ് ക്യാരിയേഴ്സ് ഉള്ളത്. ഒന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്, ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഹോൾസ് ആണ്. അപ്പം ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു, ഹോൾസും ഉണ്ടാവുന്നു. ഇത് രണ്ടുമാണ് ഒരു സെമി കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ചാർജ് ക്യാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും സെയിം ആയിരിക്കും. ഓക്കെ, ഈ ഇലക്ട്രോൺസിന്റെ എണ്ണോ ഹോൾസിന്റെ എണ്ണോ സെയിം ആയിരിക്കും. ഇലക്ട്രോൺസ് പോകുന്നു, അപ്പോഴേക്കും അടുത്തൊരു ഹോൾ അവിടെ കാണുമ്പോൾ ആ ഹോളിൽ ഒക്യുപ്പൈ ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അപ്പം അവിടെ ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടാവുന്നു. ഇതാണ് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കേസ്. അപ്പോൾ ആദ്യം കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുന്നു. ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ ഹോൾസും ഉണ്ടാവുന്നുണ്ട്. ഇത് രണ്ടും റീകമ്പൈൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണെന്ത് വാലൻസ് ബാൻഡ്, ഇതാണെന്ത് കണ്ടക്ഷൻ ബാൻഡ്. തമ്മിലുള്ള എനർജി ഗ്യാപ്പാണെന്ത് EG എന്ന് പറയുന്നത്. ഓക്കെ, ഇനി carrier concentration and intrinsic. When a suitable form of energy is supplied to a semiconductor, then electron take transition from valence band to conduction band. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്യുന്നു. Hence a free electron in conduction band and simultaneously free holes in valence band is formed. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്യുന്ന സമയത്ത് ആ ജമ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കൂടെ ആ ഒരു ഫ്രീ ഇലക്ട്രോൺ. സോ രണ്ട് ചാർജ് ക്യാരിയേഴ്സ് ആണ് ഉണ്ടാവുന്നത് അവിടെ. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ആസ് ഇലക്ട്രോൺ ഹോൾ ജനറേഷൻ. In intrinsic semiconductors, the number of conduction electrons will be equal to number of vacant sites or holes. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അടുത്ത ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എന്ത്, extrinsic semiconductors. Okay, extrinsic semiconductors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the extrinsic semiconductors are those in which impurities of large quantities are present. Usually the impurities can be either third group or fifth group elements. Okay, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഒന്നെങ്കിൽ തേർഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗ്രൂപ്പ് എലമെൻ്റ് ആയിരിക്കാം. നമ്മൾ ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇംപ്യൂരിറ്റീസ്. ആ ഇംപ്യൂരിറ്റീസിൻ്റെ ബേസിസിലാണ് നമുക്ക് രണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്നാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, രണ്ടാമത്തെയാണ് എന്ത്, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബേസിസ് ഓഫ് ഇതിൻ്റെ ബേസിലാണ് നമുക്ക് രണ്ട് ടൈപ്പ് കാണാൻ പറ്റുന്നത്. നമുക്കിനി അതിൻ്റെ കൂടുതൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാനുള്ളതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. വെൻ എനി പെൻഡാവാലന്റ് എലമെന്റ് സച്ച് ആസ് ഫോസ്ഫറസ്, ആർസനിക് ഓർ ആന്റിമണി ഈസ് ആഡഡ് ടു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അവിടെ എന്താ സംഭവിക്കുന്നത്, 4 ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ് ഇൻ കോവാലന്റ് ബോണ്ടിങ് വിത്ത് 4 നൈബറിംഗ് പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആറ്റംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ടൈപ്പ് എന്ന് പറയുന്ന സെമി കണ്ടക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പെൻറ്റാവാലന്റ് എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. പെൻറ്റാവാലന്റ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് വരും, 5 ഇലക്ട്രോൺസ് അല്ലേ, 5 ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലിക്കൺ നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ
ആ സിലിക്കണിൻ്റെ ഇടയിൽ കയറിയിട്ട് ഈ പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ഏതായിക്കോട്ടെ ആൻറ്റിമണി, ഇപ്പോൾ ഫോസ്ഫറസ് എടുത്തു. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ നമ്മൾ ആ ഫോസ്ഫറസ് എന്ത് ചെയ്യും, ഈ സിലിക്കണെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഫോസ്ഫറസ് എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിഫ്ത്ത് ഇലക്ട്രോൺസ് അവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിലിക്കണിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക, 4 ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത് അല്ലേ, കോവാലൻ ബോണ്ട് അങ്ങനെ ഫോം ചെയ്യുന്നത്. പെൻറ്റാവാലൻ്റ് പറയുമ്പോൾ 1 2 3 4 5 5 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഒരു ഇലക്ട്രോൺ എന്തായിരിക്കും, ഒരു ഇലക്ട്രോൺ, ബാക്കി 4 ഇലക്ട്രോൺസും ഈ സിലിക്കൺ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. പക്ഷെ ഒരു ഇലക്ട്രോൺ അവിടെ എന്തായി മാറും, ഫ്രീ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ആവുന്നു. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഉണ്ടായി റൈറ്റ്. അപ്പോൾ എൻ ടൈപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ബാക്കി എല്ലായിടത്തും നമുക്ക് കാണാൻ ബോണ്ട് ഫോം ചെയ്യുന്നു, ഇവിടെ പക്ഷെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ചാർജ് കാരിയർ ആരായി, അവിടുത്തെ ചാർജ് കാരിയർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ ആണ്. ഓക്കെ, അവിടെ നമ്മളെ ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. The intrinsic semiconductors doped with pentavalent impurities are called as n-type. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ n-type semiconductors എന്ന് പറയുമ്പോൾ അതിൽ എന്താണ്, പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസിനെ നമ്മൾ ഇൻട്രിൻസിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, n-type semiconductor ആയിട്ട് മാറുന്നത്. ഓക്കെ, അതിൽ the energy level of the fifth electron is called as donor level. Okay, donor level is close to the bottom of the conduction band. Most of the donor level electrons are excited into the conduction band at the room temperature and becomes the majority charge carriers. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ടൈപ്പിൽ എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്പ് ഓഫ് കാരിയേഴ്സ് ഉള്ളത്, മെജോറിറ്റി ചാർജ് കാരിയേഴ്സും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സും. ഓക്കെ, മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ടക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കാരിയേഴ്സിന് അതിനെ പറയുന്നതാണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോൺ ഫ്രീയാണ്. അപ്പോൾ ഇലക്ട്രോൺ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒരു n ടൈപ്പിൽ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അവിടെ എന്തായിരിക്കും, ഹോൾസ് ആയിരിക്കും. ഇപ്പം n ടൈപ്പിൽ നമ്മൾ ഒരു കാര്യം കൂടി നമുക്ക് കിട്ടി, എന്താ അത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ് റൈറ്റ്. പക്ഷെ ഇൻട്രിൻസിക്കിൽ നമ്മൾ എന്താ പഠിച്ചത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ആയിരിക്കും എന്തിൽ, ഇൻട്രിൻസിക്കിൽ. ഓക്കെ, ഇത് എക്സ്ട്രിൻസിക്കിൽ എന്തായിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺ. എക്സ്ട്രിൻസിക്കിൽ ഏത്, n ടൈപ്പിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിരിക്കും, നമ്പർ ഓഫ് ഹോൾസിനെക്കാളും കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് പി ടൈപ്പ്. പി ടൈപ്പ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ട്രൈവാലന്റ് എലമെന്റ്സ് സച്ച് ആസ് അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, അവരുടെ പ്രത്യേകം എന്തായിരുന്നു, 3 ഇലക്ട്രോൺസ് ആയിരിക്കും അവരെ വാലൻസ് ഷെല്ലിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്, ഒരു ട്രൈവാലന്റ് എലമെന്റിനെ നമ്മൾ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സിലിക്കൺ എത്ര ഇലക്ട്രോൺസ്, 4 ഇലക്ട്രോൺ അല്ലേ. അപ്പം അങ്ങനെയുള്ള കോവാലന്റ് ബോണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, 3 ഇലക്ട്രോണേ ഇവർക്കുള്ളൂ. 3 ഇലക്ട്രോണേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വന്നു, അവിടെ ഒരു ഹോള് വരുന്നു അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു വേക്കൻറ്റ് സൈറ്റ് ഉണ്ടാവുന്നു, അതിനെ പറയുന്നതാണ് നമ്മൾ എന്ത്, ഹോൾസ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹോൾസ് ഉണ്ടാവുന്നു കൂടുതൽ. ഓക്കെ, ഇനി indium needs more electrons to complete its bond. This electron may be supplied by silicon, thereby creating a vacant electron. ഞാൻ പറഞ്ഞല്ലോ ഒരു വേക്കൻസി ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉണ്ടാവുന്നത്. Indium accepts 1 extra electron. The energy level of this impurity atom is called as acceptor level, and this acceptor level lies just above the valence band. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾക്ക് നോക്കിയ ഒരു കാര്യം കൂടി നോക്കാണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ,
വാലൻസ് ബാൻഡ് ഉണ്ട്, നമ്മളെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അല്ലേ, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പം ഇൻഡിയം അല്ലെങ്കിൽ നമ്മൾ അലൂമിനിയം ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തില്ല, അവർക്ക് 3 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ സിലിക്കൺ കോവാലൻ ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഇലക്ട്രോൺസാണ്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ കൊടുക്കാമല്ലോ, അവിടെ ഒരു ഹോളാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിയം എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് 1 എക്സ്ട്രാ ഇലക്ട്രോൺ. ദ എനർജി ലെവൽ ഓഫ് ദിസ് ഇംപ്യൂരിറ്റി ആറ്റം ഇസ് കോൾഡ് ആസ് ആക്സെപ്റ്റർ ലെവൽ. ഈ ആക്സെപ്റ്റർ ലെവൽ എന്ന് പറയുന്നത് ജസ്റ്റ് എബവ് ദ വാലൻസ് ബാൻഡ് ആയിരിക്കും. അപ്പോൾ ഇതിനെ പറയുന്നതാണ് എന്ത്, ആക്സെപ്റ്റർ ലെവൽ. ഓക്കെ, ആക്സെപ്റ്റർ ലെവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസിൽ ഈ വേക്കൻസി ഫില്ലാക്കാൻ വേണ്ടി ഇലക്ട്രോൺസ് ഈ ഹോളിലേക്ക് ചാടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഹോള് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹോള് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഹോള് ഫില്ലാക്കാൻ വേണ്ടി പിന്നെ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഹോൾ എവിടെ വന്നു, ഇങ്ങോട്ട് വരുന്നു. സോ ഹോൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഹോളിൻ്റെ ഒരു മൂവ്മെൻറ്റ് ശരിക്കും മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ്, പക്ഷെ ഹോളിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കറന്റ് അല്ലെങ്കിൽ അവിടെ ഒരു ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്ന എന്തായി മാറുന്നു, പി ടൈപ്പില് ഹോൾസ് ആണ് എന്ത്, ചാർജ് കാരിയേഴ്സ്. സോ അവിടെ നമ്പർ ഓഫ് ഹോൾസ് വിൽ ബി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ ദ മെജോറിറ്റി ചാർജ് കാരിയർ ഇവിടെ എന്തായിരിക്കും, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസും മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാ കണ്ടോ, ഒരു ഹോൾ ഉണ്ടാവുന്നു, ഈ ഹോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ ജമ്പ് ആവുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഹോളാണ് എന്ത് ചെയ്യുന്നത്, ഹോളാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മൾ ഇപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ ദെയർ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും. അതിൻ്റെ ബേസിൽ നമ്മൾ ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എനർജി ബാൻഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എനർജി ബാൻഡ്സിൻ്റെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഇൻസുലേറ്ററിൽ എങ്ങനെയായിരിക്കും, അതൊരു കണ്ടക്ടറിൽ എങ്ങനെയായിരിക്കും, സെമി കണ്ടക്ടറിൽ എങ്ങനെയായിരിക്കും. ഈ എനർജി ബാൻഡ് ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഇൻസുലേറ്റർ ആണോ, കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ളൊരു ടോപ്പിക് എടുത്തു. സെമി കണ്ടക്ടേഴ്സിന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത എന്ത് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്, 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഇൻട്രിൻസിക് ഉണ്ട്, എക്സ്ട്രിൻസിക് ഉണ്ട്. ഈ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും നമ്മൾ പിന്നെ അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. എന്താ കാരിയേഴ്സ്, ചാർജ് കാരിയേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺസ്, ഹോൾസ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു എന്ത്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് എന്ത്, പി ടൈപ്പും എൻ ടൈപ്പും. ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, പി ടൈപ്പിൻ്റെ പറഞ്ഞു, അത് എങ്ങനെയായിരിക്കും അതിൽ ചാർജ് കാരിയേഴ്സ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു പി ടൈപ്പ് ആണ്, അവിടെ ഹോൾസ് ആണ് എന്ത്, നമ്പർ ഓഫ് ഹോൾസ് ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ പറഞ്ഞു. റൈറ്റ്, ഓക്കെ. സോ ഇതോടുകൂടി ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സും കഴിഞ്ഞു. താങ്ക് യു. അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡയോഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഡയോഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഒരു കോൺസെപ്റ്റ് അറിയണം. അതിന് പറയുന്നതാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയും. പി എൻ ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ പി എൻ ജംഗ്ഷനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നമ്മളൊരു പീസ് ഓഫ് മെറ്റീരിയലിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് പി ടൈപ്പ് കണ്ടക്ടേഴ്സിനെ, സെമി കണ്ടക്ടേഴ്സിനെ ഡോപ്പ് ചെയ്യുന്നു. അപ്പുറത്തെന്ന് പറയുമ്പോൾ എൻ ടൈപ്പ്. അങ്ങനെ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു സൈഡിൽ പറയുന്നത് നമ്മളെ ഇപ്പോൾ ട്രൈ വാലൻ്റ് ആയിട്ടുള്ള എലമെൻസിന് നമ്മൾ ഡോപ്പ് ചെയ്തൊരു സൈഡും, അപ്പുറത്ത് പെൻറ്റാ വാലൻ്റ് ആയിട്ടുള്ള എലമെൻസിന് നമ്മൾ ഡോപ്പ് ചെയ്തിട്ടുള്ള ഒരു സൈഡും. അപ്പോൾ ഈ 2 എന്താ പറയുക ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഇതാക്കിയിട്ടുള്ള ഒരു ഇതിനെ പറയുന്നതാണ് പി എൻ ജംഗ്ഷൻ, പി എൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പി എനിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പി ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. അവിടെ എന്തായിരിക്കും കൂടുതൽ, പി ടൈപ്പ് എന്ന് പറയുന്നത് ട്രൈ വാലൻ്റാണ്. ട്രൈ വാലൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ
നമുക്കറിയാം ഹോൾസ് ആയിരിക്കും കൂടുതൽ അല്ലേ, ഹോൾസ് ആയിരിക്കും കൂടുതൽ. ഇവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്, ഇവിടെ ഹോൾസ് ആണ്. ഓക്കെ, അപ്പം എപ്പോഴും നമുക്കറിയാം ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസും ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസും ആണ്. നമുക്കറിയാം എന്തൊരു സാധനവും മൂവ്മെന്റ് സംഭവിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഒരു ഹൈ കോൺസെൻട്രേഷന് ലോ കോൺസെൻട്രേഷനിലേക്കാണ് എന്ത് ചെയ്യുന്ന മൂവ്മെന്റ് സംഭവിക്കുക. അപ്പം ഇവിടെ ഒരു ഹോൾ ആയതുകൊണ്ട് തന്നെ ഹോൾസ് എന്ന് പറയുന്നത് മെജോറിറ്റി ഇവിടെ ഈ സൈഡിലാണ്. അപ്പൊ ഹോൾസ് എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ആയ എന്നിലേക്ക് പോകുന്നു. ഹോൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള കാര്യം. അത് പോവാന്ന് പറയുമ്പോൾ അവിടെ എന്ത് ലീവ് ചെയ്യുന്നു? ഒരു നെഗറ്റീവ്, അതെ, നെഗറ്റീവ് ചാർജ് ഉണ്ടാവുന്നു. ഓക്കെ ഓക്കെ ഇനി ഹോൾസ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അവിടെ അപ്പുറത്ത് പോയി റീകമ്പൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇനി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് പറയുന്നത് നെഗറ്റീവ് ചാർജ്, അത് പോകാന്ന് പറയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. ഓക്കെ, അങ്ങനെ ഈ ഒരു പി ടൈപ്പിലെ എൻ ടൈപ്പിലെ എന്തുണ്ടായി മാറുന്നു? ഒരു ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെ പറയുന്നതാണ് എന്ത്? പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ആ പി എൻ ജംഗ്ഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചാർജിന്റെ ഒരു ഇതും കാണാം, പോസിറ്റീവ് ചാർജും. ഇതിനെ പറയുന്നതാണ് എന്ത്? പി എൻ ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇനി പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് പി ആണ്, ഇതെന്ന് പറയുമ്പോൾ എന്താണ്? എൻ ആണ്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? പി എൻ ജംഗ്ഷൻ ഡയോഡ്സ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് നമ്മൾ സെനർ ഡയോഡിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ നമുക്ക് LED-നെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഈ ഡിവൈസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ഉണ്ട് ഹോൾസും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കാം. അപ്പം ട്രാൻസിസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്കതിന് 3 കാലുകൾ കാണാൻ പറ്റും. ഈ ട്രാൻസിസ്റ്ററിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്നത് നമുക്ക് 2 ടൈപ്പ് കാണാം. ഒന്നാണ് NPN അഥവാ അല്ലെങ്കിൽ രണ്ടാമത്തെയാണ് PNP. അപ്പം ഈ 3 NPN എന്ന് പറയുമ്പോൾ നമുക്കറിയാം NPN. അപ്പം ഇവിടെ N ടൈപ്പ് നടുവിൽ ചെറിയ P ടൈപ്പ് ആയിരിക്കും ഡോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ PNPയിൽ എന്തായിരിക്കും? PNP. ഇനി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതായിരിക്കും എമിറ്റർ, ഈ അടിയത്തെ ഈ നടുവിലുള്ളതായിരിക്കും ബേസ്, ആൻഡ് ഇതെന്തായിരിക്കും? കളക്ടർ. സോ നമുക്ക് 3 കാലുകൾ പറയുന്ന ഒന്ന് എമിറ്റർ, ഒന്ന് കളക്ടർ, ഒരു കാലം എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്യുന്ന ബേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ നോർമലി ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഇതായിരിക്കും. NPN ആണെന്നുണ്ടെങ്കിൽ NPN നമുക്ക് പേര് പറയാം, മിഡിൽ വരുന്ന P. അപ്പൊ P ആണ് ഇവിടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ്, ഇത് എമിറ്റർ, ഇവിടുന്ന് പോകുന്നു എമിറ്റർ, ഇതെന്ന് പറയുന്നത് കളക്ടർ. ഇനി PNP എന്ന് പറയുമ്പോൾ ആരോ മാർക്ക് ഇങ്ങനെ വരും, PNP. ഓക്കെ, അവിടെ എന്ന് പറയുന്ന N ആണെന്ത്? ബേസ് ആയിട്ട് വരുന്നത്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.